പ്രൈസ് ദി ലോർഡ്. 45 സങ്കീർത്തനം 1 വാക്യം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ ആകുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ നാം പാല് തിളയ്ക്കുവാനായിട്ട് വെക്കുകയാണ്. അത് തിളച്ചു തൂകുമ്പോൾ അതിൽ നിന്ന് പാല് മാത്രമായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും മനുഷ്യന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് അവന്റെ സ്വഭാവത്തിലും പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്ടചിന്തകളും കോപങ്ങളും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പണ്ട് സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ലഘുലേഖ എല്ലാവർക്കും കിട്ടിയത് ഓർമ്മ കാണും. അതിൻ്റെ പുറത്ത് ഒരു പിക്ചറുണ്ട്, ഒരു ഹൃദയത്തിൻ്റെ പടവും പിന്നെ ഒരു മകൻ്റെ പടവും. ആ മകനെ ഇങ്ങനെ പിടിക്കുവാനായിട്ട് വരുന്ന മാലാഖയുടെ ഒക്കെ ചിത്രവുമാണ്. ആ ഹൃദയത്തിൻ്റെ പിക്ചറിനകത്ത് കുറേ അധികം ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും പിശാചിന്റെയും ഒക്കെ ചിത്രങ്ങൾ ആ ഹൃദയത്തിനകത്തുണ്ട്. ദൈവമില്ലാത്ത ഒരു മനുഷ്യ ഹൃദയത്തെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. എന്നാൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ദുഷ്ചിന്തകളൊക്കെ ഓടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. അതാണ് ആ ഒരു ലഘുലേഖ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. യേശു പറയുകയാണ്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. മനുഷ്യന്റെ അകത്തു ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് മാത്രമാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഇവിടെ കോരഹപുത്രന്മാർ സങ്കീർത്തനത്തിലൂടെ വിളിച്ച് പറയുകയാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ ഒരു അനുഭവമാണത്. നമ്മുടെ ഹൃദയത്തിലെ ധ്യാനങ്ങൾ നമ്മുടെ വാക്കുകളായിട്ട് പുറത്തു വരട്ടെ, സ്തോത്രങ്ങളായിട്ട് പുറത്തു വരട്ടെ. ഹൃദയം ദൈവവചനത്താൽ നമുക്ക് നിറയ്ക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഓരോ നിമിഷവും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കാം. എല്ലാവരെയും ആശ്വാസപ്പെടുത്തുന്ന നല്ല വചനങ്ങൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടട്ടെ. അത് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതാകട്ടെ, ആശ്വാസം പകരുന്നതാകട്ടെ. നമ്മെ കേൾക്കുന്നവർ കർത്താവിനെ അറിയുന്നവരായിട്ട് മാറണം. അതുമാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. പുതിയ ദിവസം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.